ഹല്ലേലൂയ. 144 സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യം. ഹല്ലേലൂയ. ദാവീദ് പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, യുദ്ധത്തിനായി നീ എൻ്റെ കൈകളെ അഭ്യസിപ്പിക്കുകയാണ്. പോരിനായി നീ എൻ്റെ വിരലുകളെ, അവൻ യുദ്ധത്തിന് എൻ്റെ കൈകളെയും പോരിന് എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. പറയാ, എന്നെ അരയ്ക്കു ശക്തി കെട്ടുക മാത്രമല്ല, എന്നെ ചിലത് അഭ്യസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ കൈകളെ അവൻ എന്ത് ചെയ്യുക? യുദ്ധം അഭ്യസിപ്പിക്കുന്നു. ആത്മാവ് എന്നോട് പറയുക, ഇതുവരെ നിനക്കില്ലാത്ത ചില ട്രെയിനിങ് ഇന്നുണ്ടാകാൻ പോവുക. ഇതുവരെ ഇല്ലാത്ത ചില സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഇന്നുണ്ടാകാൻ പോവുക. ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ ഹോളി സ്പിരിറ്റ് പറയുക, ദൈവം നിന്നെ അഭ്യസിപ്പിക്കാൻ പോവുക. ശത്രു വെല്ലുവിളിക്കുന്നിടത്ത് നിന്റെ കൈകളെ അവൻ യുദ്ധം അഭ്യസിപ്പിക്കും. 27-ാം സങ്കീർത്തനം ചമയ്ക്കുന്ന കൂട്ടത്തിൽ ദാവീദ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടത്തില്ല. അടുത്ത പറയാമോ, എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയനായിരിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം എന്താ? എൻ്റെ അരയ്ക്ക് ശക്തി കെട്ടിയിരിക്കുന്നു, എൻ്റെ കൈകളെ യുദ്ധം അഭ്യസിപ്പിക്കുന്നു, എൻ്റെ വിരലുകളെ പോരഭ്യസിപ്പിക്കുന്നു. അതുകൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായി, ഒരു സൈന്യം പാളയം ഇറങ്ങിയാലും എനിക്ക് പേടിയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ എന്ത് ചെയ്യും? നിർഭയനായിരിക്കും. ഇനി യുദ്ധത്തോട് ബന്ധപ്പെട്ട് ദൈവമക്കൾക്ക് തകർച്ചയാണോ ഉയർച്ചയാണോ? ചെല്ലു പറയാം, എൻ്റെ ബ്രദറെ, എത്ര നാൾ കൊണ്ട് ഈ പോരാട്ടം സഹിക്കുക ബ്രദറെ, പോരാടി ആരോഗ്യമെല്ലാം പോയി. അങ്ങനല്ല ബൈബിള്. ശൗലിൻ്റെ ഗ്രഹവും ദാവീദിൻ്റെ ഗ്രഹവും തമ്മിൽ ദീർഘകാലം യുദ്ധം നടന്നു. ശൗലിൻ്റെ ബലം ക്ഷയിച്ചു, ദാവീദിന്റെ ബലം വർദ്ധിച്ചു വന്നു. 2 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. ശൗലിന്റെ ഗ്രഹവും ദാവീദിന്റെ ഗ്രഹവും തമ്മിൽ ദീർഘകാലം യുദ്ധം നടന്നു. എന്നാൽ ദാവീദിന് ബലം കൂടി ശൗലിന്റെ. അപ്പോൾ ഓരോ യുദ്ധത്തിലും ദൈവമക്കളുടെ ബലം എന്ത് ചെയ്യുക?